വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നോമ്പ് തുറ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് തരി കാച്ചിയതെന്നും തരിക്കഞ്ഞിയെന്നും തരിയെന്നും ഒക്കെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം ഒരു സോസ് പാൻ എടുത്തു. ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ റവ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ലിറ്റർ പാല്, 1 കപ്പ് വെള്ളം. പാൻ ഹീറ്റ് ചെയ്യാം. ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം റവ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുക ഇളക്കിയില്ലെങ്കിൽ. ഞാൻ ഈ തരി കാച്ചിയത് ആദ്യം കഴിക്കുന്നത് എൻ്റെ നെയ്ബർ നിമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നൊരു പ്രാവശ്യം. അങ്ങനെയാണ് ആദ്യം കഴിക്കുക. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു ഡിഷാണ് തരിക്കഞ്ഞി. ഈ തരി കാച്ചിയത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാൻ പക്ഷേ പശുമ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പാലിൻ്റെ മിക്സ്ചർ നന്നായിട്ട് തിളച്ചു. തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. റവയാണല്ലോ, എന്താണല്ലോ തിക്കാവും. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക തിക്കാവുന്ന വരെ. നമുക്ക് ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ അത്യാവശ്യം തിക്നെസ്സിൽ എടുക്കുക. ഓക്കെ, ആവശ്യത്തിനുള്ള തിക്നെസ്സായി. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ് ഇത് മതി. ഇപ്പോൾ ആവശ്യത്തിന് തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്തു. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, മാറ്റി വെക്കാം. ഈ തരികഞ്ഞിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ചിടും, നെയ്ക്കകത്ത് മൂപ്പിച്ചിടും. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 3 ചെറിയ ചുവന്നുള്ളിയാണ്. വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. നന്നായിട്ട് ഫ്രൈ ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്യുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. നട്ട്സോ ബദാമോ ഇടാം, കിസ്മിസ് കൂടെ ഇടാം. ഗോൾഡൻ ബ്രൗണായി ഈ മൂപ്പിച്ച മിക്സർ തരിക്കഞ്ഞിയിലേക്ക് ചേർക്കുക. ഇതൊന്ന് അടച്ചു വെക്കുക. ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കോ മാറ്റാം. തരിക്കഞ്ഞി വളരെ ടേസ്റ്റിയാണ്. അധികം മധുരവും ഇല്ല, നല്ല പാകത്തിനുള്ള ഫ്ലേവേഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.